വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഫിറ്റ്നസ് ആൻഡ് ഹെൽത്തി ലിവിങ്ങിൻ്റെ ടോക്കിൽ നിന്ന് ഇൻസ്പയർഡായി ഞാനൊരു 1 വീക്കിലോട്ട് ചെറിയൊരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ചെറിയൊരു കാലറി കൺട്രോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രോട്ടീൻ ഷേക്കാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓവർനൈറ്റ് ഓട്സ്, അതിലോട്ട് ഫ്രോസൺ ബനാന, സ്ട്രോബെറി, ആപ്പിൾ ആൻഡ് 2 ടേബിൾ സ്പൂൺ വീട്ടിലുണ്ടാക്കിയ കേർഡ്, പിന്നെ അൺസ്വീറ്റൻ കൊക്കോ പൗഡർ, പീനട്ട് ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ബട്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. ആൻഡ് ഫ്ലാക്സ് സീഡ് എപ്പോഴും പൗഡർ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഇത് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാല്. ഇത്രയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ആൻഡ് സീവ് ചെയ്യാതെ വേണം നമ്മൾ കുടിക്കാനായിട്ട്. ആൻഡ് ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യാം, ബട്ട് ഞാൻ ആഡ് ചെയ്തില്ല ബിക്കോസ് ഈ ബനാനയുടെ സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും മതിയായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആണ്. അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെ മിസ് ചെയ്തില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവ്, മുട്ട റോസ്റ്റ് ആൻഡ് കട്ട് ഫ്രൂട്ട്സ്. അപ്പോൾ 2 ടൈപ്പ് മട്ടൻ്റെ പ്രിപ്പറേഷൻ ഇന്നത്തെ ലഞ്ചിന്. മട്ടൻ പെപ്പർ ഫ്രൈയും മട്ടൻ ഗ്രേവിയും. ഞാൻ ഡയറ്റിലായതുകൊണ്ട് ചെറിയ വേരിയേഷൻസ് എൻ്റെ പോർഷൻസിന് ഞാൻ വരുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മട്ടൻ നന്നായിട്ട് വാഷ് ചെയ്യണം. ഈ മട്ടനിലുള്ള ഈ ഫൗൾ സ്മെല്ല് മാറാനായിട്ട് മൈദയിട്ട് നന്നായിട്ട് വാഷ് ചെയ്താൽ അത് മാറി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ മട്ടൻ ഒന്ന് വാഷ് ചെയ്യണം നന്നായിട്ട് മൈദ ഇട്ടിട്ട്. നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. അപ്പൊ മട്ടൻ കറിക്കാണെങ്കിലും മട്ടൻ പെപ്പർ ഫ്രൈക്കാണെങ്കിലും രണ്ടിനും ഒരേ ടൈപ്പ് മസാല ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ മസാല റെഡിയാക്കാം. ഇപ്പൊ മട്ടന്റെ മസാലയ്ക്ക് വേണ്ടി 1.5 ടീസ്പൂൺ ഹോൾ പെപ്പർ, മുഴുവനായിട്ടുള്ള കുരുമുളക്, 2 മീഡിയം സൈസ് സിനമൺ, ഒരു 4 ഏലക്ക, പെരിഞ്ജീരകം 2 ടീസ്പൂൺ, കറിയാമ്പൂ ഒരു 5 എണ്ണം, ആൻഡ് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടിയല്ല, സോറി, സ്പൈസി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആണെങ്കിലും യൂസ് ചെയ്യാം, ബട്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കളറായി പോകും, പെപ്പർ ഫ്രൈഡ് ലുക്ക് വരില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ സ്പൈസി മുളക് പൊടി ആൻഡ് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. ഭയങ്കരമായിട്ട് പൊടികൾ മുരിഞ്ഞു വരുന്നത്, ബട്ട് അതിൻ്റെ റോ മണമെല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ആൻഡ് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത മട്ടനിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച മസാല പൗഡർ ഒന്ന് അരിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും അരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആൻഡ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ മട്ടൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഈ മാരിനേറ്റ് ചെയ്ത മട്ടനിലോട്ട് 2 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, 1.5 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് പ്രഷർ കുക്ക് ചെയ്യാം. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം പ്രഷർ കുക്ക് ചെയ്യാൻ. ഈ ഒരു വീക്ക് ഞാൻ ഡയറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളൂടാ. അപ്പോൾ ഈ ഒരു വീക്ക് കുറച്ച് ഓവറാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ബിക്കോസ് സൺഡേ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനേക്കാളും മുമ്പ് കുറച്ചൊരു ടോൺ ലുക്കെങ്കിലും വരുത്തണം. അപ്പോൾ 2 ടീസ്പൂൺ ചിയ സീഡ് വാട്ടറിൽ സോക്ക് ചെയ്യുന്നത് നമ്മൾ ലഞ്ചിന് മുമ്പ്. എൻ്റെ മനസ്സിലുള്ള എല്ലാ ഐഡിയാസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ, കുറയോ നോക്കാം. ലഞ്ചിന് മുമ്പ് മാക്സിമം നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ, ഇത് ഞാൻ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. വെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ വിശപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും തോന്നുന്നു. നമുക്ക് ലഞ്ചാകുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഞാനൊരു 2 ഗ്ലാസ് തേങ്ങയുടെ വെള്ളം കുടിക്കുന്നുണ്ട്.
ഇപ്പോൾ ടോട്ടൽ നമ്മൾ ചിയ സീഡിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം കുടിച്ചു ആൻഡ് ഇപ്പോൾ 2 ഗ്ലാസ് തേങ്ങ വെള്ളം. നല്ല മധുരമുണ്ടല്ലോ. ഇനി നമ്മൾ മട്ടൻ ഫ്രൈയും മട്ടൻ കറിയും ഒരുമിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2ലേക്കും കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യും. ഉള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും എടുക്കാം 2നും. ഞാനിപ്പോൾ മട്ടൻ ഫ്രൈന് കൂടുതൽ ഉള്ളി എടുക്കുന്നത് ആൻഡ് മട്ടൻ കറിക്ക് സവാള. ഉള്ളി ഇപ്പോൾ 1/2 kg മട്ടന് കുറച്ച് കൂടുതൽ ഉള്ളി വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് മട്ടൻ ഫ്രൈന്. ആൻഡ് മട്ടൻ കറിക്ക് നമ്മുടെ 1 കപ്പ് സവാള. അപ്പോൾ 2 കറിക്കുള്ളതിനും ഉള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം മട്ടൻ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി മട്ടൻ ഫ്രൈക്കുള്ളതിന് ഉള്ളി മുരിഞ്ഞതിന് ശേഷം മട്ടൻ ആഡ് ചെയ്യുക. ആൻഡ് ഇനി മട്ടൻ കറിക്ക് മസാല ആഡ് ചെയ്തിട്ട് വേണം മട്ടൻ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ സ്പൈസി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ ആൻഡ് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്ര ആഡ് ചെയ്ത് ആൻഡ് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി, എന്നിട്ട് അത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി നമ്മൾ കുക്ക് ചെയ്ത മട്ടനും ആഡ് ചെയ്യും. ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി മട്ടൻ ഫ്രൈന് വേണ്ടി നമുക്ക് നന്നായിട്ട് മട്ടൻ ഇത്തിരി ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ മസാലപ്പൊടികൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മസാലപ്പൊടികൾ കുറച്ചുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അടുത്ത ഡിഷ് ക്യാബേജിൽ മഞ്ഞൾപ്പൊടി, പെപ്പർ, ഉപ്പ് ആൻഡ് ചെറിയ ക്വാണ്ടിറ്റി ഓയിൽ ഇത്രയും സോട്ടേ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ക്യാബേജ് ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചെടുക്കും. പിന്നെ നേരിയതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിലോട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കേർഡ് ആഡ് ചെയ്ത് സാലഡ് പോലെ. നെക്സ്റ്റ് ഏതെങ്കിലും ഗ്രീൻ സാലഡ്. അപ്പോൾ ഇന്നിപ്പോൾ റൊമൈൻ ലെറ്റ്യൂസും ഐസ്ബർഗ് ലെറ്റ്യൂസിൻ്റെയും കൂടെ പെയറും ആപ്പിളും, പിന്നെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ, ലൈം, ഉപ്പ്, പെപ്പർ ഇത്രയേ ഉള്ളൂ. പിന്നെ 1 ചപ്പാത്തി. കാർബ്സ് ഇത്തിരി കുറയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ 1 ചപ്പാത്തിയേ ഉള്ളൂ. ചപ്പാത്തി എനിക്ക് ഇതുപോലെ പതിയെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തിട്ട് പിന്നെ ഈ അടുപ്പിൽ കാണിച്ചിട്ട് ചുട്ടെടുക്കണ പോലെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ ഡയറ്റിലേക്കുള്ള ലഞ്ച് റെഡിയാ. നമ്മുടെ ആദ്യത്തെ ക്യാബേജും അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ചിന് ചപ്പാത്തി, ക്യാബേജ്, ക്യാരറ്റ് റൈത്ത, ഗ്രീൻ സാലഡ് ആൻഡ് മട്ടൻ കറിയിൽ ഞാൻ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഗ്രേവി എല്ലാം ഈ ഒരു ആഴ്ചയിലേക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് ഓർത്തു. ആൻഡ് ഈ ഡയറ്റിൻ്റെ കൂടെ രാവിലെയും വൈകിട്ടും വർക്കൗട്ടും ഉണ്ട്. രാവിലെ വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിൽ ഈവനിങ് എന്തായാലും കാർഡിയോ ഉണ്ട്. ഒരു 1 ഹവറെങ്കിലും നടക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ. ബട്ട് 2 ദിവസമായിട്ട് നടക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് നടന്നാലേ നമ്മുടെ വണ്ണം കുറയുള്ളൂ. ഇങ്ങനെ നമുക്കൊരു പെട്ടെന്നൊരു ടോൺ ലുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് 1 വീക്ക് നോക്കേണ്ടി വരും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായിട്ട് കുടിക്കണം. പിന്നെ ഇങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ അധികം മിസ് ചെയ്യില്ല. ഡയറ്റ് എടുക്കണതിൻ്റെ വിഷമവും ഉണ്ടാവില്ല, അങ്ങനെ ക്രേവിങ്ങും വരില്ല, ടേസ്റ്റ് അങ്ങനെ മിസ് ചെയ്യില്ല. ബിക്കോസ് ക്യാബേജ് നല്ലതാണ്. ഒരുമാതിരി എല്ലാ ഫ്ലേവേഴ്സും ഇതിനകത്തുണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് ടേസ്റ്റ് മിക്സാണ്. കേർഡിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മധുരമുണ്ട്, ആപ്പിളൊക്കെ ഉള്ളതുകൊണ്ട്. ആൻഡ് നമ്മുടെ മട്ടൻ കറിയുള്ള മീറ്റ്, ആ ഗ്രേവി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ട് ഫാറ്റ് കണ്ടൻറ്റ് ഉള്ള കാരണം ഞാൻ മീറ്റിൻ്റെ പീസ് മാത്രമേ എടുത്തുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ചപ്പാത്തിയിൽ ഓയിലൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ എനിക്കിങ്ങനെ സോഫ്റ്റ് ചപ്പാത്തി അല്ല ഇഷ്ടം, ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുത്ത് ടേസ്റ്റുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം. ഉച്ചക്കത്തെ ലഞ്ച് ഇത്രയും ലൈറ്റായിട്ട് കഴിക്കണ കാരണം ഈവനിങ് എന്തായാലും വിശക്കും. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു ബോൾ ഫ്രൂട്ട്സ് കഴിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതെങ്കിലും. ബട്ട് മാങ്ങയും പഴമൊക്കെ അവോയ്ഡ് ചെയ്യണം. ഡിന്നറിന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഓട്സാണ് കഴിച്ചത്. കുറച്ച് പാലും ഉപ്പും പഞ്ചസാരയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഡിന്നർ ഇത്രയും നേരത്തെ കഴിക്കണ കാരണം ലേറ്റ് നൈറ്റ് എനിക്ക് എന്തായാലും വിശക്കും. അപ്പോൾ കുറച്ച് വാൾനട്ട്സ് കഴിക്കും. ഇന്നത്തെ ഡയറ്റ് അതാണ്.